16th സെഞ്ചുറിയിലെ സ്കോട്ടിഷ് കാറ്റൽ ഹൗസ്. ഇപ്പോൾ ഒരു ഹണിമൂൺ കോട്ടേജ്. അടുത്ത ഒരാഴ്ചത്തേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് പോത്തന് സ്വന്തം. എങ്ങനെ ഉണ്ടടാ സിറേക്കിന്റെ വെഡിങ് ഗിഫ്റ്റ്? ഹലോ, അകത്ത് റൂമുണ്ട്. Excuse me. All blue for 100. Oh, sure. എമി, ഞങ്ങള് പുറത്താ. എന്തു പറ്റി? എമി, എന്താ എമി, എന്തു പറ്റി? പറയാം, ആ ഡോർ അടയ്ക്ക്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ? ഞാൻ പ്രഗ്നന്റാ. ശരിക്കും? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇതിവിടെ ആരും പറയണ്ട. അയ്യോ, എന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചതേ അമ്മയും ശ്വേതയും കൂടാ. എന്നിട്ട് അവരിതറിഞ്ഞോ? അറിയാതെ പിന്നെ? നീ ഒന്ന് ചുമ്മാതിരിക്കട, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പം ഭരണങ്ങാനം പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിൽ ഒരു പാട്ടുകുർബാന ചൊല്ലിച്ചേക്കണം. എന്റെ നേർച്ച അത്. ഓ, പോയിക്കോളാം, ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജിൽ നിന്റെ കൂടെ നാട്ടിൽ വരുന്നേ? She can't travel now. അതറിയില്ലേ? അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ കൊണ്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ 6 മാസം അവരെ പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്ന്? അയ്യോ എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്ത് കുഞ്ഞെ, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം 5 ആയിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക. അപ്പോഴവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചായിരിക്കും. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അമ്മയല്ലേ ഈ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ. ഒരിക്കലും അല്ല, ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആണല്ലോ, എങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ തീരുമാനം. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിൽ എന്റെ മോൻ ഒരു കാര്യം കൂടി സമ്മതിക്കണം. ഡെലിവറി നമുക്ക് എവിടെ വെച്ച് മതി. അല്ല, അത് എനിക്ക് ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേക്ക് നീ. എന്തായാലും എമിക്കിനി 3-4 മാസത്തേക്ക് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണേലും അവിടത്തേക്കാൾ മച്ച് ബെറ്റർ കെയറും കിട്ടും. നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. ഓ, അതൊന്നും നടക്കുകയല്ല അമ്മച്ചി. ഇപ്പൊ തന്നെ ആ പാപ്പി അവിടെ എല്ലാം കുളമാക്കി വെച്ചേക്കുക. അടുത്ത ആഴ്ചയിൽ ഞാൻ ചെന്നില്ലേ, പണിക്കാരവിടെ സമരം തുടങ്ങും. അത്രയ്ക്ക് മോശമാ കണ്ടീഷൻ. ഏതായാലും 4 മാസം ഇവളോട് നിന്നല്ലേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്കപ്പം തീരുമാനിക്കാം. എടോ, നമ്മളങ്ങോട്ട് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാരമില്ല, എല്ലാവരും വലിയ സന്തോഷത്തില. ഞാനായിട്ടത് കളയുന്നില്ല. ആ, എന്താടാ? ഇച്ചായന് നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? ആഹാ, നീ മറന്നോ?
എടാ ഞാൻ നാളെ രാത്രി കയറും. യാത്ര ആ സെയിം ഫ്ലൈറ്റിൽ ഇന്നത്തേക്കാക്കാൻ പറ്റുമോ? എന്താടാ എന്താ ഉണ്ടായ? എമ്മിയെ അല്പം മുമ്പ് ഹോസ്പിറ്റലാക്കി. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇച്ചായ ഹലോ എടാ ഉണ്ണി, ഹലോ. ഉണ്ണി, ഉണ്ണി, ഡാ എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനെയാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്.